കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്നാനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ശ്ലോകം 43 ചെയ്തു. പിന്നെ 6-ാം സർഗം, പിന്നെ അയോധ്യാകാന്ഡമായ 6-ാം സർഗത്തിലത്തെ 43-ാം ശ്ലോകം ചെയ്തു നമ്മൾ. അപ്പോൾ അതിൽ പറഞ്ഞു യമുനാ നദിയിൽ പോയി, യമുനാ നദിയിൽ കുളിച്ച് യമുനാ നദി പിന്നെ ഏത് വഴിയാണ് യമുനാ നദി കടക്കാൻ എളുപ്പമെന്ന് കാണിച്ചു കൊടുത്തിട്ട് അത് അപ്പോൾ ഭരദ്വാജ മുനിയുടെ മുനികുമാരന്മാരും അക്കരയ്ക്ക് എത്തണ വരെ ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ ഫോളോ ചെയ്തു. എന്നിട്ട് അവർ ഒന്നിച്ച് വന്ന് പിന്നെ അവർ ചിത്രകൂട പർവ്വതത്തിലെത്തി. ചിത്രകൂട പർവ്വതത്തിൽ ചെന്ന് ചേർന്നു യമുനാ നദി കടന്നിട്ട്. എന്നിട്ട് വാൽമീകിയുടെ ആശ്രമം അവിടെയാണ്. അപ്പോൾ ധാരാളം മഹർഷിമാരുള്ള വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് രാമൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ. അപ്പോൾ 44-ഉം 45-ഉം ചെയ്യാം. 45-ൽ ഒരു വരിയാണ് കേട്ടോ. നാനാമൃഗദ്വിജാകീർണം നിത്യപുഷ്പഫലാകുലം തത്ര ദൃഷ്ട്വാ സമാസീനം വാൽമീകിം മുനിസത്തമം നനാമ ശിരസാ രാമോ ലക്ഷ്മണേന ച സീതയാ. നാനാമൃഗദ്വിജാകീർണം, അതായത് പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞിരിക്കുന്നതും, പിന്നെ എന്താണ്, നിത്യപുഷ്പഫലാകുലം, എല്ലാ സീസണിലും ഉണ്ടാവുന്ന ഫലങ്ങൾ നിറഞ്ഞതും, തത്ര സമാസീനം വാൽമീകിം ദൃഷ്ട, അവിടെ ഇരിക്കുന്ന, സമാസീനം വെച്ചാൽ അവിടെ ഇരിക്കുന്ന വാൽമീകിയെ കണ്ടിട്ട് രാമലക്ഷ്മണേന സീതയാച്ച, ശ്രീരാമൻ ലക്ഷ്മണനെയും സീതയോടും കൂടി ശിരസാ നനാമ, നമസ്കരിച്ചു. ലക്ഷ്മണനും സീതയും ശ്രീരാമനും എന്താണ്, ആശ്രമം നല്ലൊരാശ്രമമാണ്. ആശ്രമത്തിൻ്റെ 4 പുറമുള്ള കാട്ടിലൊക്കെ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഉണ്ട്. പിന്നെയോ എല്ലാ കാലത്തും പൂക്കണ ഫലങ്ങളും ഉള്ള വൃക്ഷങ്ങളുണ്ട്, നിറച്ച് ധാരാളം വള്ളിക്കുടിലുകളും. അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള ആ ആശ്രമത്തിൻ്റെ ഉള്ളിൽ വാൽമീകി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് രാമനും സീതയും ലക്ഷ്മണനും വാൽമീകി മഹർഷിയെ നമസ്കരിച്ചു. നാനാമൃഗദ്വിജാകീർണം നിത്യപുഷ്പഫലാകുലം തത്ര ദൃഷ്ട്വാ സമാസീനം വാൽമീകിം മുനിസത്തമം നനാമ ശിരസാ രാമോ ലക്ഷ്മണേന ച സീതയാ. ഇനി 3 ശ്ലോകം 46, 47, 48. ദൃഷ്ട്വാ രാമം രമാനാഥം വാൽമീകിർലോകസുന്ദരം ജാനകീ ലക്ഷ്മണോപേതം ജടാമകുടമണ്ഡിതം കന്ദർപ്പസദൃശാകാരം കമനീയാംബുജക്ഷണം ദൃഷ്ട്വൈവ സഹസോത്തസ്ഥൗ വിസ്മയാനിമിഷേക്ഷണാഃ ആലിംഗ്യ പരമാനന്ദം രാമം ഹർഷാശ്രുലോചനാ പൂജയിത്വാ ജഗൽപൂജ്യം ഭക്ത്യാർഘ്യാദിഭിരാദൃത ഫലമൂലൈ സുമധുരൈ ഭോജയിത്വാ ചലാളിതഃ. ജാനകി ലക്ഷ്മണോപേതം, അതായത് സീതയോടും ലക്ഷ്മണനോടും കൂടിയവനും, ജടാമകുടമണ്ഡിതം, കിരീടം കൊണ്ട് ജടയാകുന്ന കിരീടം ധരിച്ചവനും, ലോകസുന്ദരം രാമനാഥം രാമം ദൃഷ്ട്വ, ലോകസുന്ദരനായിട്ടുള്ള ശ്രീരാമനെ ദർശിച്ചിട്ട് ലക്ഷ്മീകാന്തനുമായ, അതായത് പിന്നെ എന്താണ്, രമാനാഥം, ലോകസുന്ദരം രമാനാഥം അല്ലേ, രമയുടെ നാഥനായിട്ടുള്ള രാമനെ, അതായത് ലക്ഷ്മീകാന്തൻ അല്ലേ, രാമനെ കണ്ടിട്ട് കന്ദർപ്പ സദൃശാകാരം, ആരെപ്പോലെയാണ്, കന്ദർപ്പനെ, അതായത് മന്മഥനെ, കാമദേവനെ പോലും കന്ദർപ്പ സദൃശാകാരം കമനീയാംബുജക്ഷണം ദൃഷ്ട്വ, അതായത് കാമദേവന് തുല്യമായ രൂപത്തോടും മനോഹരമായ അംബുജക്ഷണം, താമര എതള് പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും ആയിട്ടുള്ള ശ്രീരാമനെ കണ്ട ഉടനെ വാൽമീകി സഹസാ ഉത്തസ്ഥൗ, വാൽമീകി പെട്ടെന്ന് നീട്ടു, എന്നിട്ടോ വിസ്മയാനിമിഷേക്ഷണ,
ആ അത്യാശ്ചര്യത്തോടു കൂടി കണ്ണടയ്ക്കാണ്ട് ആ നിമിഷേക്ഷണ പറഞ്ഞ എന്താ, കണ്ണിൻ്റെ പോള അടയ്ക്കാതെ പരമാനന്ദം രാമം ആലിംഗ്യ, പരമാനന്ദം തന്നെ സ്വരൂപം പൂണ്ട് വന്ന് മുമ്പ് നിൽക്കുന്ന ആ രാമനെ ആലിംഗനം ചെയ്തിട്ട് ഹർഷാശ്രുലോചന, സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ മൂടി, ജഗൽപൂജ്യം, ലോകത്താൽ മുഴുവൻ പൂജിക്കപ്പെടുവാൻ യോഗ്യനായിരിക്കുന്നവനെ ഭക്തിയ, വളരെ ഭക്തിയോടെ അർഘ്യാദിഭി, അർഘ്യവും പാദ്യമൊക്കെ നൽകിയിട്ട് ആദൃത പൂജിച്ചിട്ട്, ആദൃത പൂജയിത്വ, ആദരപൂർവം പൂജിച്ചിട്ട് വളരെ ബഹുമാനത്തോടെ പൂജിച്ചു വാൽമീകിയെ. സുമധുരൈ ഫലമൂലൈ ഭോജയിത്വ, വളരെ മധുരമുള്ള ഫലങ്ങളൊക്കെ നൽകിക്കൊണ്ട് കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് അല്ലേ. ഭോജയിത്വ, അത് കഴിപ്പിച്ചു. ലാളിതഹാച്ച, ലാളിക്കുകയും ചെയ്തു. എന്താ പറഞ്ഞേ, അവിടെ എത്തിയപ്പോൾ എന്താ അറിയോ, സീതാലക്ഷ്മണ സമേതനായിട്ട് ജടയാകുന്ന കിരീടം ധരിച്ചുകൊണ്ട് കാമദേവന് തുല്യനും മനോഹരമായിട്ടുള്ള താമര ഇതൾ പോലിരിക്കുന്ന നേത്രങ്ങളോട് കൂടിയവനും ലക്ഷ്മീകാന്തനും, രമാകാന്തൻ എന്ന് പറഞ്ഞുല്ലോ, വാൽമീ ആയിട്ടുള്ള ഈ അതികമനീയ രൂപത്തിലുള്ള ശ്രീരാമചന്ദ്രനെ, അതായത് സൗന്ദര്യം രൂപം കൊണ്ടുവന്ന ആ ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് വാൽമീകി മുനി ഉടനെ എഴുന്നേറ്റു. എന്നിട്ടോ വളരെ അത്ഭുതത്തോടു കൂടി കണ്ണടയ്ക്കാതെ, കണ്ണിമ അടയ്ക്കാതെ ആ ഭഗവാനെ നോക്കി നിന്നു. എന്നിട്ടോ പരമാനന്ദമൂർത്തിയായിട്ടുള്ള ആ രാമനെ ആലിംഗനം ചെയ്തപ്പോഴുണ്ടായ സന്തോഷം കൊണ്ട് സന്തോഷ അശ്രുക്കൾ നിറഞ്ഞു കണ്ണിൽ. എന്നിട്ട് പൂജ, അർഘ്യവും പാദ്യവും എന്നില്ല എല്ലാ പൂജാദ്രവ്യങ്ങളും കൊണ്ടുവന്ന് ഈ ലോകം മുഴുവൻ പൂജിക്കാൻ യോഗ്യനായിട്ടുള്ള ആ ശ്രീരാമനെ വളരെ ആദരവോടുകൂടി പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പൂജിച്ചു. എന്നിട്ടോ അതിമധുരങ്ങളായിട്ടുള്ള ഫലമൂലാദികളൊക്കെ നൽകി ഭുജിപ്പിച്ചു. എന്നിട്ട് ലാളിച്ചു എന്നും കൂടി പറയുന്നുണ്ട് അല്ലേ. ഇത് നല്ല മധുരമുള്ളതാണ്, തിന്നോളൂ, ഇത് നല്ലതാണ്, ഇതും തിന്നു നോക്കൂ, ഇങ്ങനെ എല്ലാം എടുത്ത് കൊടുത്തു എന്നർത്ഥം. അത്ര സ്നേഹത്തോടു കൂടിയിട്ട് വാത്സല്യത്തോടു കൂടി എതിരേറ്റ് ഭക്ഷണമൊക്കെ നൽകി. ദൃഷ്ട്വാ രാമം രമാനാഥം വാൽമീകേർലോകസുന്ദരം ജാനകീ ലക്ഷ്മണോപേതം ജടാമകുടമണ്ഡിതം കന്ദർപ്പസദൃശാകാരം കമനീയാംബുജേക്ഷണം ദൃഷ്ട്വൈവ സഹസോത്തസ്ഥൗ വിസ്മയാനിമിഷേക്ഷണ ആലിംഗ്യ പരമാനന്ദം രാമം ഹർഷാശ്രുലോചന പൂജയിത്വാ ജഗൽപൂജ്യം ഭക്ത്യാർഘ്യാദിഭിരാദൃത ഫലമൂലൈ സുമധുരൈ ഭോജയിത്വാ ചലാളിതഃ. ഇനി എന്താണ്, 2 ശ്ലോകം 49-50. രാഘവ പ്രാഞ്ജലി പ്രാഹ വാൽമീകിം വിനയാന്വിത പിതുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡകാനഗതാ വയം ഭവന്തോ യദി ജാനന്തി കിം വക്ഷ്യാമോത്ര കാരണം യത്ര മേ സുഖവാസായ ഭവേൽ സ്ഥാനം വദസ്വ തത്. രാഘവ പ്രാഞ്ജലി വിനയാന്വിത, ശ്രീരാമൻ കൈ രണ്ടും കൂപ്പി വളരെ വിനയത്തോടു കൂടി, രാഘവ പ്രാഞ്ജലി വിനയാന്വിത, അങ്ങനെയാണ് കൈ രണ്ടും കൂപ്പി വിനയത്തോടു കൂടി വാൽമീകിം പ്രാഹ, വാൽമീകിയോട് പറഞ്ഞു. എന്താ പറഞ്ഞ, പിതു ആജ്ഞാം പുരസ്കൃത്യ, പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് വയം ദണ്ഡകാനാഗത, ഞങ്ങൾ ദണ്ഡകവനത്തിൽ വന്നവരാണ്. ഭവന്തഃ ജാനന്തി യതി, അങ്ങ് അറിയുന്നത് കൊണ്ട്, അതൊക്കെ അങ്ങക്ക് അറിയാലോ, അത്ര കാരണം കിം വക്ഷ്യാമ, ഇതിൽ ഞങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് ത്രിലോകജ്ഞാനിയല്ലേ, അപ്പോൾ ത്രികാലജ്ഞാനിയല്ലേ, ഞങ്ങൾ എന്തിനാണ് വന്നതെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും മേ സുഖവാസായ എത്ര സ്ഥാനം ഭവേത്, എൻ്റെ സുഖവാസത്തിനായിക്കൊണ്ട് ഞാൻ ഈ ഒരു ദിക്കിലെ ചിത്രകൂടത്തിലെ ഞാൻ താമസിക്കാൻ വിചാരിക്കുകയാണ്. തദ് വധസ്വ, ഇവിടെ ഞാൻ താമസിക്കട്ടെ, അതിനെ വധസ്വ, അത് പറഞ്ഞാലും ചോദിക്കണം. എന്താ അറിയോ, ശ്രീരാമൻ കൈ രണ്ടും തൊഴുതും കൊണ്ട് ശിരസ്, അതായത് വളരെ വിനയത്തോടു കൂടിയിട്ട് വാൽമീകിയോട് പറഞ്ഞു, ഞങ്ങൾ അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടിയിട്ട് ദണ്ഡകവനത്തിലേക്ക് വന്നവരാണ്. അതിനുള്ള കാരണമൊന്നും അങ്ങയോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങ് ത്രികാലജ്ഞാനിയാണ്, എല്ലാം അറിയാം.
എനിക്ക് സുഖമായി വസിക്കാൻ ഒരു സ്ഥാനം ഇവിടെ ഈ കാട്ടിൽ എവിടെ വസിക്കാനാണ് സുഖമായി വസിക്കാനുള്ള സ്ഥാനം ഏതാണെന്നൊന്ന് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതാണ് അതിനെ വധിച്ചാലും എന്ന് പറഞ്ഞുല്ലോ അല്ലേ, വധസ്വ. അപ്പോൾ രാഘവ പ്രാഞ്ജലി പ്രാഹ വാൽമീകിം വിനയാന്വിത പിതുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡകാനഗതാ വയം ഭവന്തോ യതി ജാനന്തി കിം വക്ഷ്യാമോത്ര കാരണം യത്ര മേ സുഖവാസായ ഭവേൽ സ്ഥാനം വധസ്വ തദ്. എന്നിട്ടോ 51 സീതയാ സഹിത കാലം കിഞ്ചിത്തത്ര നയാമ്യഹം ഇത്യുക്തോ രാഘവേണാസൗ മുനി സസ്മിതമബ്രവീത്. സീതയാ സഹിതം സീതയോടുകൂടി തത്ര കിഞ്ചിത് കാലം അഹം നയാമി, അവിടെ എനിക്ക് കുറച്ച് കാലം കഴിച്ചു കൂട്ടേണ്ടതായിട്ടുണ്ട്, 14 കൊല്ലം ഉണ്ടല്ലോ. അഹം നയാമി, അതായത് അതാണ് കിഞ്ചിത് കാലം അഹം നയാമി, എനിക്ക് അവിടെ കുറച്ച് കാലം കഴിച്ചു കൂട്ടണം. രാഘവേണ ഇതി ഉക്ത, ഇങ്ങനെ രാഘവൻ പറഞ്ഞപ്പോൾ, അതായത് ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞപ്പോൾ, അസൗ മുനിഹി, മുനി സസ്മിതം അബ്രവിത്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു മറുപടി. അതായത് എനിക്കിവിടെ കുറച്ച് കാലം സീതാസമേതനായിട്ട് വസിക്കേണ്ട ആവശ്യമുണ്ട്, അത് വസിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോൾ വേഗം വാൽമീകി മുനി മന്ദഹാസം ചെയ്തുകൊണ്ട് മറുപടി പറഞ്ഞു. 51 വായിച്ചിട്ട് 52, 53, 54 കൂടി വായിക്കാം. സീതയാ സഹിതകാലം കിഞ്ചിത്തത്ര നയാമ്യഹം ഇത്യുക്തോ രാഘവേണാസൗ മുനി സസ്മിതമബ്രവീത്. ത്വമേവ സർവലോകാനാം നിവാസസ്ഥാനമുത്തമം തവാപി സർവഭൂതാനി നിവാസസദനാനി ഏവം സാധാരണം സ്ഥാനമുക്തം തേ രഘുനന്ദന സീതയാ സഹിതസ്യേതി വിശേഷം പൃച്ഛതസ്തവ തദ്വക്ഷ്യാമി രഘുശ്രേഷ്ഠ യത്തേ നിയതമന്ദിരം. അപ്പോൾ വാൽമീകി പറഞ്ഞു, എനിക്കിവിടെ കുറച്ച് ദിവസം താമസിക്കണം, എവിടെ താമസിക്കേണ്ടത് അങ്ങ് പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താ വാൽമീകി പറയണത്? സർവാന്തര്യാമിയാണ്, സർവവ്യാപിയാണ്, എല്ലാവരിലും ഭഗവാനുണ്ട്, ഭഗവാനിൽ എല്ലാവരും ഉണ്ട്. അങ്ങനത്തെ ആളാ ചോദിക്കണം എവിടെ താമസിക്കേണ്ടതെന്ന് നോക്കിക്കോളൂ കേട്ടോ. സർവ്വലോകാനാം ഉത്തമം നിവാസസ്ഥാനം ത്വമേവ, എല്ലാ ലോകങ്ങളുടെയും ഉത്തമമായിട്ടുള്ള വാസസ്ഥാനം അങ്ങാണ്. ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാവരുടെയും ഉത്തമമായിട്ടുള്ള വാസസ്ഥാനം ഏതാ ചോദിച്ചാൽ അത് അങ്ങയിൽ ആണ്. പിന്നെയോ തവ അഭി, അങ്ങോ സർവഭൂതാനി നിവാസസദനാനിഹി, അതായത് അങ്ങയുടെ എല്ലാവരുടെ ഉള്ളിലും അങ്ങും ഇരിക്കുന്നുണ്ട്. ഹേ രാമ, രഘുനന്ദന എന്ന് വിളിച്ചുല്ലോ, ഹേ രാമ ഏവം തേ സാധാരണം സ്ഥാനം മുക്തം, ഇപ്പം അങ്ങക്ക് എങ്ങനെയാണ് ഞാനൊരു സാധാരണ ഒരു സ്ഥലം, ഇന്ന് അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു ഒരു സ്ഥലം മാത്രമായിട്ട് തരിക, അങ്ങ് എങ്ങ് നിറഞ്ഞിരിക്കുന്ന ആളല്ലേ. സീതയാ സഹിതസ്യ ഇതി വിശേഷം പൃച്ഛതാത്തവ, സീതയോടുകൂടി ഇങ്ങനൊരു കാര്യം ചോദിക്കുന്നത് അങ്ങയുടെ നിയതമന്ദിരം യത്, ഏതാണ് അങ്ങയുടെ എനിക്കിഷ്ടമുള്ള സ്ഥാനം, രഘുശ്രേഷ്ഠ തദ് വക്ഷ്യാമി, അങ്ങക്ക് എവിടെ ഇഷ്ടം വെച്ചാൽ ഞാൻ അവിടെ താമസിച്ചോളൂ എന്ന് പറയാം എന്ന് പറയാണ്. എല്ലാ ലോകങ്ങളുടെയും ഉത്തമ വാസസ്ഥാനം, എല്ലാ ലോകങ്ങളിലത്തെ എല്ലാവരുടെയും ഉത്തമ വാസസ്ഥാനമായിട്ടുള്ളവനും നിന്തിരുവടിക്കുള്ള വാസസ്ഥലങ്ങൾ സർവഭൂതങ്ങളും, അതായത് എല്ലാവരുടെ ഉള്ളും ഭഗവാന്റെ വാസസ്ഥാനമാണ് അല്ലേ. അങ്ങനെയുള്ള ആ ആളെ ആയിട്ടുള്ള രഘുപതേ, ഇങ്ങനെ അങ്ങയുടെ വാസസ്ഥാനം എന്താണ് ഞാൻ പറയേണ്ടത്, ഇപ്പം സീതയോട് ഒരുമിച്ച് വസിക്കാൻ എന്ന് ചോദിച്ചുല്ലോ എന്നോട്, അത് അങ്ങയ്ക്ക് എപ്പോഴും വസിക്കാൻ ഉചിതമായിരിക്കുന്ന സ്ഥാനത്തെ ഹേ രഘുത്തമ ഞാൻ പറയാം. അങ്ങയ്ക്ക് സീതയാ സഹിതം എവിടെയാണ് താമസിക്കേണ്ടതാണല്ലോ ചോദിച്ചത്, ഞാൻ അതിന് പറയാം. അങ്ങ് എല്ലാ ദിക്കിലും താമസിക്കുന്ന ആളാണ്, അങ്ങയിൽ എല്ലാവരും താമസിക്കുന്ന ആളാണ്, എന്നാലും ചോദിച്ച അവസ്ഥയ്ക്ക് ഞാൻ പറയാം എന്ന് പറയാണ്. ത്വമേവ സർവലോകാനാം നിവാസസ്ഥാനമുത്തമം തവാപി സർവഭൂതാനി നിവാസസദനാനി ഏവം സാധാരണം സ്ഥാനമുക്തം തേ രഘുനന്ദന സീതയാ സഹിതസ്യേതി വിശേഷം പൃച്ഛതസ്തവ തദ്വക്ഷ്യാമി രഘുശ്രേഷ്ഠ യത്തേ നിയതമന്ദിരം. അതായത് ഇപ്പം സീതയോട് ഒരുമിച്ച് വസിക്കാൻ എന്ന് അങ്ങ് വിശേഷിച്ചും ചോദിച്ചുല്ലോ,
അങ്ങക്ക് എപ്പോഴും വസിക്കാൻ വളരെ ഉചിതമായിട്ടുള്ളൊരു സ്ഥാനത്തെ ഞാൻ പറഞ്ഞുതരാം രഘുത്തമ എന്ന് പറയണം. ശാന്താനാം സമദൃഷ്ടീനാം അദ്വേഷ്ടॄണാം ജന്തുഷു ത്വാമേവ ഭജതാം നിത്യം ഹൃദയം തേധി മന്ദിരം. എവിടെ വസിക്കേണ്ട പറഞ്ഞു കൊടുക്കണം. വാൽമീകി എന്താ പറഞ്ഞറിയോ? ശാന്താനാം, ശാന്തന്മാരും, സമദൃഷ്ടീനാം, എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുന്നവരും, ജന്തുഷു അദ്വേഷ്ടॄണാം, ജന്തുക്കളിൽ ദേഷ്യമില്ലാത്തവനും ആരോടും ദ്വേഷമില്ലാത്തവരും, നിത്യം ത്വാം ഏവ ഭജതാം, എന്നും അങ്ങയെ ഭജിക്കുന്നവരും ആയവരുടെ ഹൃദയം തേ അതിമന്ദിരം, മനസ്സാണ് അങ്ങയുടെ ഉത്തമ ഭവനം. എവിടെയാണ് സീതയോടുകൂടി വസിക്കേണ്ട ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞുതരാം. നല്ല മനസ്സംയമനം വന്നവരും, നല്ല സമഭാവനയോട് കൂടിയിട്ടുള്ളവരും, പിന്നെ ആരോടും ദേഷ്യം ഇല്ലാത്തവരും, സർവദാ നിന്തിരുവടിയെ തന്നെ ഭജിക്കുന്നവരും ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരുടെ ഹൃദയം ആണ് അങ്ങയുടെ വാസസ്ഥാനം. അതാണ് പറയണത്. അതാണ് നല്ല മനസ്സിന് സംയമനം വന്നവരും, നല്ല സമഭാവനയുള്ളവരും, ആരോടും ദ്വേഷമില്ലാത്തവരും, എല്ലായ്പ്പോഴും അങ്ങയെ ഭജിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലാണ്, അവരുടെ ഹൃദയമാണ് അങ്ങയുടെ വാസസ്ഥാനം. ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും ഉത്തമ വാസസ്ഥാനം അതാണ് അങ്ങക്ക്. ശാന്താനാം സമദൃഷ്ടീനാം അദ്വേഷ്ടॄണാം ജന്തുഷു ത്വാമേവ ഭജതാം നിത്യം ഹൃദയം തേധി മന്ദിരം. ധർമാധർമാൻ പരിത്യജ്യ ത്വാമേവ ഭജതോ നിശം സീതയാ സഹതേ രാമ തസ്യ ഹൃദ് സുഖമന്ദിരം. ധർമാധർമാൻ പരിത്യജ്യ, ധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും ത്യജിച്ചിട്ട്, ത്വാം ഏവ അനിശം ഭജത തസ്യ ഹൃദ്, ആരാണ് ധർമാധർമ്മങ്ങളും എല്ലാം വിട്ടിട്ട് ആരാണ് അനന്യഭക്തിയോടുകൂടി അങ്ങേ ഭജിക്കുന്നത്, അവരുടെ ഹൃദയം തസ്യ ഹൃത്, അവരുടെ ഹൃദയം രാമ സീതയാ സഹതേ സുഖമന്ദിരം, രാമന് സീതാസഹിതം വസിക്കാനുള്ള സ്ഥലം അവരുടെ ഹൃദയം തന്നെയാണെന്ന്. ധർമാധർമ്മങ്ങളെപ്പോലും ഉപേക്ഷിച്ച് അനന്യഭക്തിയോടുകൂടി ഏതൊരു ഭക്തന്മാർ അങ്ങയെ ഭജിക്കുന്നുവോ അവരുടെ ഹൃദയം തന്നെയാണ് സീതാസമേതനായിട്ട് അങ്ങയ്ക്ക് വസിപ്പാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്നാണ്. അതായത് പിന്നെ അവൻ്റെ അതായത് എന്താ പറയുക വെച്ചാൽ ധർമ്മവും അധർമ്മവും ഒക്കെ നോക്കി, അപ്പം ഭേദഭാവന ഉണ്ടല്ലോ. സമഭാവനയായാൽ അതുപോലും കാണില്ല, ധർമ്മോ അധർമ്മം എന്താണെന്നും കൂടിയും കാണില്ല. തികച്ചും സമഭാവന ഉള്ള ഒരാൾക്ക് ധർമ്മോ അധർമ്മവും പോലും വ്യത്യാസമില്ല, എല്ലാം സമാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ധർമാധർമ്മങ്ങളെ ത്യജിച്ചെന്ന് പറയുന്നത്. അതായത് അത്ര സമഭാവന വേണമെന്നാണ് അർത്ഥം. ഉള്ളവരുടെ ഹൃദയത്തിൽ ആണ് അങ്ങയുടെ വാസസ്ഥാനം സീതാസമേതനായിട്ടാണ്. ധർമാധർമാൻ പരിത്യജ്യ ത്വാമേവ ഭജതോ നിശം സീതയാ സഹതേ രാമ തസ്യ ഹൃത് സുഖമന്ദിരം. ഇനിയിപ്പം 56. ത്വന്മന്ത്രജാപകോ യസ്തു ത്വാമേവ ശരണം ഗത നിർദ്വന്ദ്വോ നിസ്പൃഹസ്തസ്യ ഹൃദയം തേ സുമന്ദിരം. പിന്നെയും പറയുന്നുണ്ട്, എന്താ അറിയോ? യഹ ത്വന്മന്ത്രജാപക, ആരാണ് അങ്ങയുടെ നാമം മന്ത്രം ജപിക്കുന്നവൻ, ത്വാം ഏവ ശരണംഗത, ആരാണ് അങ്ങയിൽ തന്നെ ശരണാഗതി അടഞ്ഞിരിക്കുന്നവൻ, നിർദ്വന്ദ്വ, അതായത് ദ്വന്ദ്വങ്ങളില്ലാത്തവൻ, അതായത് ദ്വന്ദ്വാതീതന്മാർ, അതായത് സുഖവും ദുഃഖവും തണുപ്പും ചൂടും ഒന്നും അവരെ ബാധിക്കില്ല. അങ്ങനെയുള്ളവരെയാണ് ദ്വന്ദ്വാതീതന്മാരെ പറയുക. നിർദ്വന്ദ്വന്മാർ അല്ലെങ്കിൽ ദ്വന്ദ്വാതീതന്മാരായിട്ടുള്ളവരിലും നിസ്പൃഹ, ഒരു തരത്തിലുള്ള ആഗ്രഹമില്ലാത്തവരും ആയിട്ടുള്ളവരുടെ തസ്യ ഹൃദയതേ സുമന്ദിരം, അങ്ങനെയുള്ളവരുടെ ഹൃദയം തന്നെയാണ് സീതാസമേതനായിട്ട് അങ്ങയ്ക്ക് വസിക്കാനുള്ള സ്ഥലം. നിത്യവും അതായത് ആരാണ് അങ്ങയുടെ മന്ത്രത്തിനെ, അതായത് രാമരാമ എന്ന നാമത്തെ ജപിച്ചും അങ്ങയിൽ തന്നെ ശരണാഗതി അടഞ്ഞും സുഖം ദുഃഖം ശീതം ഉഷ്ണം ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങൾക്ക് അതീതനായും ഇരിക്കുന്ന, അതായത് ഒട്ടും വിഷയികളല്ലാത്തവരായിട്ടുള്ളവരുടെ ഹൃദയം തന്നെയാണ് അങ്ങയുടെ സുഖവാസസ്ഥലം. ത്വന്മന്ത്രജാപകോ യസ്തു ത്വാമേവ ശരണം ഗത
നിർദ്വന്ദ്വോ നിസ്പൃഹസ്തസ്യ ഹൃദയം ദേ സുമന്ദിരം. ഇനി 57. നിരഹങ്കാരിണ ശാന്ത യേ രാഗദ്വേഷവർജിത സമലോഷ്ടാശ്മകനകാസ്തേഷാം സമലോഷ്ടാശ്മകനകാസ്തേഷാം തേ ഹൃദയം ഗൃഹം. എന്താ പറഞ്ഞറിയോ? പിന്നെയും പറയണ്ട ഏതാ വാസസ്ഥലം എന്ന്. അതായത് അത്ര ഉത്തമ ഭക്തന്മാരെ, നിരഹങ്കാരിണ, അഹങ്കാരമില്ലാത്തവര്, ശാന്തന്മാര്, രാഗദ്വേഷവർജിത, ഈ കാമക്രോധ ലോഭമത മോഹമാത്സര്യങ്ങളിൽ നിന്നും മുക്തരായവര്, സമലോഷ്ടാശ്മ കനകാസ്തേഷാം, അതായത് മണ്ണും സമം എന്ന് പറഞ്ഞു. എന്തൊക്കെ? മണ്ണ്, കല്ല്, സ്വർണം, എന്ത് കണ്ടാലും ഒരേ ഭാവം. മീൻസ് അതൊന്നും വ്യത്യാസമില്ല. ഈ നല്ലൊരു ഭക്തനെ ഭഗവാനിൽ മാത്രം ആഗ്രഹം വെച്ച്, അല്ലെങ്കിൽ ഭഗവാനെ എല്ലാ ദിക്കിലും കാണുന്ന ഒരാൾക്ക് മണ്ണ് കണ്ടാലും കല്ല് കണ്ടാലും സ്വർണം കണ്ടാലും അതിലും ഭഗവാൻ തന്നെയാണ് കാണുന്നത്. അത് തമ്മിലൊന്നും വ്യത്യാസമില്ല. അതാണ്ടാണ് പറയണത്. പിന്നെ ലോഷ്ടാശ്മ കനകം എന്ന് പറഞ്ഞില്ലേ? അതായത് മണ്ണ്, കല്ല്, സ്വർണം, കനകം എന്നിവയോട് കൂടിയവയും യാതൊരുത്തരോ തേഷാം ഹൃദയം, അവരുടെ ഹൃദയം അങ്ങയുടെ ഭവനം, അതാണ് അങ്ങയുടെ വാസസ്ഥലം. അതായത് ദേഹാഭിമാനം, അതാണ് അഹങ്കാരമില്ലാന്ന്, ദേഹാഭിമാനമില്ലാത്തവരും പിന്നെയോ എല്ലാ വിഷയങ്ങളിൽ നിന്നും അവരുടെ മനസ്സിനെ പിൻവലിച്ചവരും, ഒന്നിലും ദ്വേഷോ സ്നേഹമോ ഇല്ലാത്തവർ, അതായത് മണ്ണായാലും കല്ലായാലും സ്വർണ്ണമായാലും ഒരുപോലെ വിചാരിക്കുന്നവരുമായ, ഭേദഭാവനയില്ലാത്ത പൂർണ്ണ സമഭാവനയോടുകൂടിയവരുടെ ഹൃദയമാണ് അങ്ങയുടെ ഭവനം. നിരഹങ്കാരിണ ശാന്തായേ രാഗദ്വേഷവർജിത സമലോഷ്ടാശ്മ കനകാസ്തേഷാം തേ ഹൃദയം ഗൃഹം. ത്വയി ദത്തമനോബുദ്ധിര്യ സന്തുഷ്ട സദാ ഭവേത് ത്വയി സന്ധ്യക്തകർമ്മ യസ്തന്മനസ്തേ ശുഭം ഗൃഹം. ത്വയി ദത്തമനോബുദ്ധി, നിന്നിൽ അങ്ങേയറ്റം മനസ്സ് വയ്ക്കുന്നവനും, സദാ സന്തുഷ്ടഭവയിൽ എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്നവനും, ത്വയി സന്ധ്യക്തകർമ്മ, അതായത് അങ്ങയിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ കർമ്മവും അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടവനും ആയ ആള യാതൊരുവനോ, എന്ന് പറഞ്ഞില്ലേ, യാതൊരുവനോ തന്മന, അവൻ്റെ മനസ്സ്, തേ ശുഭം ഗൃഹം, നിൻ്റെ ശുഭമായ ഭവനമാണ്. എത്ര പറഞ്ഞാലും മതിയാവണില്ല അല്ലേ വാൽമീകിക്ക്? അതായത് മനസ്സിനെയും ബുദ്ധിയും എല്ലാം നിന്നിൽ സമർപ്പിച്ച, ഈ മനസ്സിൽ നമുക്കിങ്ങനെ സങ്കല്പ വികല്പങ്ങൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനെ മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചിട്ട്, പിന്നെയോ ബുദ്ധിയും, മനസ്സിനെയും ബുദ്ധിയും മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ച്, എന്ത് കിട്ടിയാലും അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച്, സകല കർമ്മങ്ങളെയും സർവാത്മനാ അങ്ങയിൽ ആര് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ്റെ ഹൃദയമാണ് അങ്ങയുടെ ഏറ്റവും വസിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള സ്ഥലം. അതാണ്. അതായത് സങ്കല്പ വികല്പങ്ങളാൽ നിറഞ്ഞ മനസ്സിനെയും ബുദ്ധിയെയും അങ്ങയിൽ അർപ്പിച്ച് വന്നു ചേരുന്ന എല്ലാ സാധനങ്ങളെയും, ഭക്ഷണപദാർത്ഥമാണെങ്കിലും സുഖദുഃഖങ്ങളാണെങ്കിലും മനസ്സാ സ്വീകരിച്ച്, പരാതിയില്ലാതെ സ്വീകരിച്ച്, സകല കർമ്മങ്ങളെയും സർവാത്മന അങ്ങയിൽ ആര് അർപ്പിക്കുന്നുവോ ആ ആളുടെ ഹൃദയമാണ് അങ്ങയുടെ ശരിയായിട്ടുള്ള ഏറ്റവും യോഗ്യതയുള്ള വാസസ്ഥലം. പിന്നെയോ അതും കൂടി 58 കഴിഞ്ഞാൽ നിർത്താട്ടോ, കാരണം സമയമായി. ത്വയി ദത്തമനോ ബുദ്ധിര്യ സന്തുഷ്ട സദാ ഭവേത് ത്വയി സന്ധ്യക്തകർമ്മ യസ്തന്മനസ്തേ ശുഭം ഗൃഹം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.